ഇന്ന് ശങ്കുരിക്കുട്ടൻ്റെ പുസ്തകങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് പൊതിയിടുന്നൊരു വീഡിയോ ആണ്. ഇവിടെ ഒരാൾ പുതിയ അധ്യയന വർഷം തുടങ്ങുന്ന പുതിയ ക്ലാസ്സിലേക്കൊക്കെ ആയി 6th സ്റ്റാൻഡേർഡിലേക്ക് ആയിരിക്കുവാണ്. അപ്പം April 6 മുതലാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം നാട്ടിലെ കുട്ടികൾക്കൊക്കെ ക്ലാസ് ഇനി ജൂണിലല്ലേ ഉള്ളൂ അല്ലേ? ഇപ്പോൾ എക്സാം നടക്കുന്ന സമയം, പിന്നെ 2 മാസം വെക്കേഷൻ, അത് കഴിഞ്ഞ് ജൂണിലല്ലേ ഉള്ളൂ. പക്ഷേ ഇവിടെ ഇപ്പോൾ ഒരു 10-15ഓളം ദിവസം ഇവർക്ക് വെക്കേഷനായിരുന്നു, കുട്ടികൾക്കൊക്കെ വെക്കേഷനായിരുന്നു. ഇപ്പോൾ പുസ്തകങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. പുതിയ അധ്യയന വർഷം തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ ഇന്നൊരു വീഡിയോ എടുക്കുന്നത് വെച്ചാൽ കുറച്ച് പുസ്തകങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പം ഈ പുസ്തകങ്ങൾ പൊതിയിടാൻ പോവുകയാണ്. അപ്പം ഈ പേപ്പർ ഉപയോഗിച്ചാണ് പൊതിയിടുന്നത്. അപ്പം പലർക്കും ഇങ്ങനെയുള്ള പേപ്പർ ഉപയോഗിച്ച് പൊതിയിടാൻ അറിയാത്ത ഒരുപാട് പേരുണ്ട്. അപ്പം അങ്ങനെ പൊതിയിടാൻ അറിയാത്തവർക്കൊരു കണ്ട് ഇടുകയും ചെയ്യാം. പിന്നെ നമ്മളൊരു വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് പൊതിയൊക്കെ ഇടുന്നതെന്ന് നോക്കാം. ഓക്കെ, നമുക്ക് സ്റ്റിക്കർ ടൈപ്പ് റാപ്പർ എങ്ങനെയാണ് ബുക്കിൽ പൊതിയിടുന്നതെന്ന് നോക്കാം. ബുക്കിൻ്റെ അളവനുസരിച്ച് എടുത്താൽ മതി. ചെറിയ ബുക്കാണെങ്കിൽ ഇങ്ങനെ ചരിച്ചെടുക്കണം. ഇതിപ്പോൾ ഇച്ചിരി വലിയ ടെക്സ്റ്റ് ബുക്ക് ആയതുകൊണ്ട് ഇങ്ങനെയാണ് എടുക്കുന്നത്. കുറച്ച് ഞാൻ മുറിച്ച് മാറ്റാൻ പോവുകയാണ്. കുറച്ച് ഭാഗങ്ങൾ നമുക്ക് ഇത്രയും ഭാഗം മുറിച്ച് മാറ്റാം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ 2 അരിക് ഭാഗം നോക്കണം. പുസ്തകത്തിൻ്റെ ഇവിടെ പൊതിയിടുമ്പോൾ നമുക്ക് ഇത്രയും മതിയല്ലോ, അകത്തേക്ക് വെക്കാനായിട്ടുള്ള ഭാഗമാണ്. ഇനി ഈ പുസ്തകം തണ്ട ഇങ്ങനെ വെച്ചിട്ട് ഇതേ അളവ് തന്നെ ഇപ്പുറത്തേക്കും എടുക്കണം. അതൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. ഞാൻ പിന്നെ ഒരു വീഡിയോ ആയിട്ട് ചെയ്തതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ നമുക്ക് എന്നിട്ട് ഇവിടുന്നും നമുക്ക് കുറച്ച് മുറിച്ച് മാറ്റാം. ഈ അരികിൽ നിന്ന് മുറിച്ച് മാറ്റാം. നമുക്ക് ഈ മുറിച്ച് മാറ്റുന്നതൊക്കെ വേറെ എന്തിനെങ്കിലുമൊക്കെ ഉപയോഗിക്കാം. മുറിച്ച് മാറ്റിയാലേ ഈ സ്റ്റിക്കർ ടൈപ്പ് ആയതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് ഇടാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് വലിയ പാടാണ്. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ ഇതെല്ലാം കുറച്ച് നമുക്ക് ആവശ്യമുള്ളതെല്ലാം എടുത്തിട്ട് ആവശ്യമില്ലാത്ത മുറിച്ച് മാറ്റിയാൽ മതി. നമ്മൾ പേപ്പർ ഇങ്ങനെ വയ്ക്കുന്ന, ഇങ്ങനെ വെച്ച ശേഷം ഈ ലെഫ്റ്റ് സൈഡിൽ നിന്ന് അരികെ നമ്മളിങ്ങനെ കുറച്ച് ഇളക്കി കൊടുക്കണം. നമ്മൾ ഈ പേപ്പർ ഇളക്കുമ്പോൾ ഫുള്ളിങ്ങനെ ഇളക്കി അങ്ങ് മാറ്റരുത്. കുറച്ച് ഇളക്കി കൊടുത്തിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ വിളിച്ചിട്ട് ഈ സൈഡൊക്കെ ഒന്ന് പിടിക്കാൻ പറഞ്ഞാൽ മതി. ഒറ്റയ്ക്ക് ചെയ്യാൻ നിൽക്കണ്ട കേട്ടോ. ഞാൻ സാധാരണ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. പക്ഷേ ഒറ്റയ്ക്ക് നല്ല എക്സ്പേർട്ടായിട്ട് ചെയ്താൽ മതി. ഇത് ഇച്ചിരി റിസ്ക്കുള്ള പണിയാണ്. കുറച്ച് മാത്രം ഇതുപോലെ എടുക്കണം. എന്നിട്ട് നമ്മുടെ ഈ ടെക്സ്റ്റ് ബുക്ക് ഇവിടെ വലിച്ചു പിടിക്കാൻ പറഞ്ഞാൽ മതി ആരെങ്കിലും എടുത്ത്. ഈ ടെക്സ്റ്റ് ബുക്ക് ഇപ്പോൾ ഇങ്ങനെയല്ലേ, ഇങ്ങനെ കമത്തി വയ്ക്കണം. കുറച്ചും കൂടെ ഇങ്ങനെ കമത്തി ഒരു അരികു കുറച്ചിട്ട് ഇവിടെയെല്ലാം ഇട്ടിട്ട് ഇങ്ങനെ കമത്തി അങ്ങ് വെച്ച് പ്രസ് ചെയ്തങ്ങ് വയ്ക്കണം. അതിനുശേഷം ഇവിടെ സാധാ പൊതിയുന്ന കൂട്ട് തന്നെ ഈ അരിക് ഇവിടെ ഇങ്ങനെ വെട്ടി മാറ്റണം. ഇവിടെ ഇങ്ങനെ വെട്ടി മാറ്റണം. അപ്പുറത്തെ ഭാഗവും അതുപോലെ വെട്ടി മാറ്റണം. ഇതുപോലെ വെട്ടി മാറ്റണം. തിരിച്ചു വിട്ടോ മോനെ. ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ അങ്ങ് മടക്കണം. അപ്പോൾ ഈ ഭാഗമായിട്ടുണ്ട്. പിന്നെ പുസ്തകം തിരിച്ച് വെച്ച് ഇത് പുസ്തകത്തിൻ്റെ ഇവിടം കൊണ്ട് നമുക്ക് വലിയ പാടാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് കുറച്ച് ചരിച്ച് ഇങ്ങോട്ടേക്ക് വെട്ടണം. അറ്റം വെച്ച് വെട്ടിയാൽ മതി. ഞാൻ വേണമെങ്കിൽ വെട്ടാം. ഇനി വെട്ടേണ്ടി വരും. പക്ഷേ അവിടെ നിന്നും കുറച്ച് വെട്ടിക്കളയണം. ഒരു വി പോലെ നമ്മൾ സാധാ പൊതിയിടുന്ന കൂട്ട് തന്നെ അങ്ങ് വെട്ടിയെടുത്താൽ മതി. പക്ഷെ ഇവിടെയൊക്കെ നല്ല പ്രസ് ചെയ്ത് പിടിച്ച് വെച്ചിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ പാടാവും. അതിങ്ങ്
എന്നിട്ട് പിടിച്ചോ മോനെ ഇവിടെ. ഇതാ ഇങ്ങനെ പിടിച്ചിട്ട് അങ്ങനെ അങ്ങ് ഒട്ടിക്കുക. അതാ നമ്മുടെ ഈ പുസ്തകത്തിൻ്റെ ഈ ഭാഗം കൊണ്ട് ഒരു ചെറിയ ബുദ്ധിമുട്ട് വരും. ഇതാ ഇവിടെ ഇങ്ങനെ കിടന്നങ്ങ് പെട്ടെന്ന് അങ്ങനെ ഒട്ടിക്കരുത്. അപ്പോൾ അവിടെ കുറച്ച് വെട്ടി കൊടുത്തിട്ടൊക്കെ ഒട്ടിക്കാവും. ഇച്ചിരി ഇങ്ങനെ വെട്ടണം, ഇവിടുന്ന് അങ്ങ് വെട്ടണം. ഇങ്ങനെ കീറിയങ്ങ് എടുത്താൽ മതി. എന്നിട്ട് ഇവിടെയും ഇതുപോലെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഒട്ടിക്കുമ്പോൾ ഇതുപോലെ ഇവിടുന്നേ ആദ്യം പ്രസ് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് ഒട്ടിക്കണം. അപ്പോൾ നമുക്ക് ബബിളൊന്നും ഇല്ലാണ്ട് കിട്ടുന്ന ഇതുപോലെ കണ്ടോ. ഇനി നമ്മൾ ഇപ്പുറത്ത് ഫുള്ളതങ്ങനെ ഇട്ട് കൊടുക്കാം. ഇവിടെ ഇങ്ങനെ വലിച്ച് മാറ്റാം. അപ്പം ഇതിങ്ങനെ മാറ്റുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ കുറച്ച് ഒട്ടിയിട്ടുണ്ടാകും. പക്ഷെ അത് സ്ട്രെച്ച് ചെയ്ത് ഇങ്ങനെ പിടിച്ചു കൊടുക്കണം. എന്നിട്ട് നമ്മൾ വീണ്ടും പഴയ പോലെ പുറത്തേക്ക് അങ്ങോട്ട് കൊടുത്താൽ മതി. പ്രസ് ചെയ്യാം. ഇവിടെയും നേരത്തെ ചെയ്ത പോലെ വെട്ടി കൊടുക്കണം. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ. ഇപ്പോൾ മിക്കുള്ളവർക്കും ഇത് പൊതിയിടാനൊക്കെ അറിയാം കേട്ടോ. അത് ഞാൻ ഈ വീഡിയോ അറിയാത്തവർക്ക് വേണ്ടി മാത്രം ഉള്ളതാണ്. അറിയുന്നവർ സ്കിപ്പ് ചെയ്ത് പൊയ്ക്കൊള്ളുക, കാണേ വേണ്ട കേട്ടോ. ഇങ്ങനെ റാപ്പ് ചെയ്യാനായിട്ട് എടുത്തപ്പോൾ ഇങ്ങനെ ആലോചിച്ചു. മുമ്പ് ഞങ്ങൾ റാപ്പ് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇതെങ്ങനെയാണ് ചെയ്യുന്നത്, അങ്ങനെ ചുളുക്കൊക്കെ വീഴുമായിരുന്നു നമ്മൾ ചെയ്യുമ്പോൾ. ഇങ്ങനെ ബബിൾസ് ഇങ്ങനെ ഇടയ്ക്കൊക്കെ വീഴുമായിരുന്നു. അപ്പം അങ്ങനെ നമ്മൾ പഠിച്ചിട്ട് അപ്പോൾ പിന്നെ വിചാരിച്ചു എന്നാൽ പിന്നെ ഇനിയിപ്പം നിങ്ങൾക്കൊക്കെ സ്കൂളൊക്കെ തുറക്കുമ്പോൾ കുട്ടികൾക്ക് ചെയ്ത് കൊടുക്കണ്ടേ. അപ്പോൾ ഒരു വീഡിയോ പോലെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ വീണ്ടും ഞാൻ ഇവിടെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നാലേ നന്നായിട്ട് ചെയ്യാൻ പറ്റും. വീണ്ടും നമ്മളിങ്ങനെ പിടിക്കുക. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഹെൽപ്പ് ചോദിക്കാം കേട്ടോ. ഞാൻ സാധാരണ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. ഇതാ ഇവിടുന്നേ നമ്മൾ പ്രസ് ചെയ്ത് പോകണം. അവിടെയും കഴിഞ്ഞു. ഇനി ഇപ്പുറത്തെ ഭാഗം ഇവിടെ നമുക്ക് ഇച്ചിരി വെട്ടി കൊടുക്കണം, അല്ലെങ്കിൽ ഇവിടെ ശരിയാവത്തില്ല. അപ്പോൾ ഇവിടെ കുറച്ചും കൂടി വെട്ടി കൊടുത്ത് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. കഴിഞ്ഞു. ബാക്കി വരുന്ന ഭാഗമൊക്കെ ഇവിടെ നിന്ന് അമർത്തി കൊടുത്താൽ മതി. ഇവിടെയും കഴിഞ്ഞു. ഒരു ചുളിവോ ഒന്നുമില്ലാതെ നമുക്ക് എയർ ബബിൾസ് ഒന്നും കയറിയിട്ടില്ല. കയറാതെ നമുക്ക് പൊതിയിടാൻ കഴിഞ്ഞു. ഇനി എപ്പോഴെങ്കിലും പൊതിയുന്ന സമയത്ത് എവിടെയെങ്കിലും ഒരു എയർ ബബിൾസ് ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഒരു ചെറിയ പിന്നെടുത്തിട്ട് ചെറിയൊരു ഇങ്ങനെ ഒരു കുത്തം കിട്ട് കൊടുത്താൽ മതി. അപ്പം എയർ പുറത്തേക്ക് പോകും. കണ്ടോ, നന്നായിട്ടില്ലേ? ഇതുപോലെ എല്ലാവരും പൊതിയിടുക. അറിയാത്തവർക്ക് വേണ്ടി മാത്രമാണ് ഈ വീഡിയോ. അറിയുന്നവർ അറിയുന്ന പോലെ ഇട്ടോളൂ. അപ്പോൾ ചാച്ചാ മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അപ്പോൾ ഇത് അറിയാത്തവർക്ക് വേണ്ടി മാത്രമുള്ള വീഡിയോ ആണ്. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ചാച്ചാ.